ഹായ് ഓൾ, വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓസിലേഷൻസ് എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഓസിലേഷൻ ഡ്യൂ ടു എ സ്പ്രിങ്ങും പിന്നെ ഞാൻ പറഞ്ഞത് സിമ്പിൾ പെൻഡുലം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓസിലേഷൻ ഡ്യൂ ടു എ സ്പ്രിങ് നമ്മൾ ചെയ്തായിരുന്നു അല്ലേ? എന്നിട്ട് അതിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിച്ചില്ലേ? എന്തായിരുന്നു? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ അല്ലേ? അതായിരുന്നു ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിങ്. എന്നിട്ട് അത് യൂസ് ചെയ്ത് എന്ത് ചെയ്തു? ഒരു പ്രോബ്ലവും ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ആ പഴയ വീഡിയോ ഒന്ന് കാണുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പെൻഡുലം ആണ്. സിമ്പിൾ പെൻഡുലത്തിലും നമ്മൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സിമ്പിൾ പെൻഡുലം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഇത് അതിൻ്റെ സപ്പോർട്ടാണ്. ഓക്കെ, നൗ ഇത് ഇനിഷ്യൽ പൊസിഷനിലിരിക്കുന്ന ബോബാണ്. ഓക്കെ, ഇനി ഇതാണ് ഇനിഷ്യൽ പൊസിഷനാണ്. ഒന്ന് മാർക്ക് ചെയ്യട്ടെ. സോ ദിസ് ഇസ് എം. ഓക്കെ, ഇതാ റിജിഡ് ഒരു സപ്പോർട്ടിൽ വെച്ചേക്കുവാണ് കേട്ടോ, അറ്റാച്ച് ചെയ്തേക്കുവാണ്. ഇതോട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. സോ എന്താണ് ഇത്? മാസ്. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0. അതൊന്ന് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബോബിന്റെ ഇനിഷ്യൽ പൊസിഷൻ ആണ്. അത് ഞാൻ OPO Q എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുവാണ് ഇതിന് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനിഷ്യലി ഇരിക്കുന്ന ഒരു ബോബിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്താൽ അതെന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇത് എക്സ് എന്ന് പറയുന്ന ആ എക്സ്ട്രീം പൊസിഷനിലോട്ട് അത് എത്തും. ഓക്കെ, അപ്പോൾ ആ എക്സ്ട്രീം പൊസിഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോഴാണ് അത് എന്ത് ചെയ്ത് എക്സ്ട്രീം പൊസിഷനിലോട്ട് പോയത്. ഇനി അത് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ മാസിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? അപ്വേർഡ് ആയിട്ട് ഏത് ഫോഴ്സ് ആണുള്ളത്? ടെൻഷൻ. അതാണ് ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ആക്ടിങ് എന്തുവാണ്? അപ്വേർഡ്. ഓക്കെ, ഇനി ഇതിന് അപ്വേർഡ് ആണ്. സോ ഡൗൺവേർഡ് ആയിട്ടൊരു ഫോഴ്സും ഉണ്ട്. അതെന്താണ്? W ഇസ് ഈക്വൽ ടു mg. ഓക്കെ, അപ്പോൾ വെയിറ്റ് W ഈക്വൽ ടു mg. അതെങ്ങോട്ടാണുള്ളത്? ആക്ടിങ് ഡൗൺവേർഡ്. ഓക്കെ, ഇനി അടുത്തത് ഈ വെയിറ്റ് ഇസ് ഈക്വൽ ടു mgനെ നമുക്ക് റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻസ് ആക്കാം. ഏതൊക്കെയാണ്? mg സൈൻ തീറ്റയും mg കോസ് തീറ്റയും. ഇതിൽ mg സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ടാൻജൻഷ്യലും mg കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് റേഡിയലുമാണ്. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റ് ആണ്. ഓക്കെ, ഇത് mg സൈൻ തീറ്റ. ഇനി അടുത്തതെന്ന് പറയുന്നത് mg കോസ് തീറ്റ. ഇതെന്താണ്? റേഡിയൽ. ഇത് ടാൻജൻഷ്യൽ കമ്പോണന്റുമാണ്. ഇത് ടാൻജൻഷ്യൽ കമ്പോണന്റ്. ഈ mg കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തുവാണ്? റേഡിയൽ കമ്പോണന്റുമാണ്. അപ്പോൾ ഈ m എന്ന് പറയുന്ന ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ടെൻഷൻ T, weight which is acting downward, that is weight is equal to mg. Now weight is equal to mg which can be resolved into two components. ഏതൊക്കെയാണ്? mg sin theta and mg cos theta. mg sin theta is acting tangential and mg cos theta is acting റേഡിയൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അപ്വേർഡ് ആയിട്ട് ഡൗൺവേർഡും ആയിട്ടുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യും. കാരണം എന്താണ്? ടെൻഷൻ ഈസ് ആക്ടിങ് അപ്വേർഡും വെയിറ്റ് ഈക്വൽ ടു mg ആക്ടിങ് ഡൗൺവേർഡും ആണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്യും. ഇനി ഇതിനകത്തുള്ള ഫോഴ്സ് ഏത് മാത്രമേ ഉള്ളൂ? അൺബാലൻസിങ് ആയിട്ടുള്ള ഫോഴ്സ് mg സൈൻ തീറ്റ. ഈ mg സൈൻ തീറ്റ എങ്ങോട്ടാണ് പോകുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. അപ്പോൾ ഞാൻ നേരത്തെ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോൾ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? ആക്ടിങ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്. ആ ഫോഴ്സിന്റെ പേരെന്താണ്? മീൻ പൊസിഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് റെസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ റെസ്റ്റോറിങ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ആ റെസ്റ്റോറിങ് ഫോഴ്സ് എന്തുവാണ്? റെസ്റ്റോറിങ് ഫോഴ്സ് ഈസ്
F is equal to mg minus mg സൈൻ തീറ്റ അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ എം ജി സൈൻ തീറ്റ. ഇനി നമുക്ക് ഇതിനകത്ത് സ്മോൾ ഓസിലേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ സൈൻ തീറ്റനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേറ്റഡ് ടു തീറ്റ ആക്കാം. therefore F is equal to മൈനസ് എം ജി തീറ്റ. ഇനി നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ എന്തുവാണ് നോക്കിക്കേ, ഡയഗ്രം സോറി ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, സോറി. ഇതാണ് തീറ്റ. സോ വാട്ട് ഇസ് തീറ്റ? ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. സോ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒ പി എന്നെടുത്തോ ഇത്. ഓക്കെ, ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒ പി ഡിവൈഡഡ് ബൈ ഒ ക്യു. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഒ പി ഡിവൈഡഡ് ബൈ ഒ ക്യു വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഇനി എക്സ് ബൈ എൽ എന്ത് ചെയ്യുക, ഈ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. therefore F is equal to minus of mg into x divided by L. Okay, name this as equation number 1. Okay, now നമുക്കറിയാം F is equal to എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ആക്സിലറേഷൻ എന്ത് കിട്ടും? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എം. ഇനി ഇതിനകത്ത് എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്, മൈനസ് എം ജി ഇൻറ്റു എക്സ് ബൈ എൽ. സോ മൈനസ് എം ജി എക്സ് ബൈ എൽ ഇൻറ്റു ഡിവൈഡഡ് ബൈ എം ആണ്, അതിനെ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ഈ എമ്മും ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി എന്താണുള്ളത്? സോ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ജി ഇൻറ്റു ജി ബൈ എൽ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എന്ത് കിട്ടി? മൈനസ് ഓഫ് ജി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് ആക്സിലറേഷൻ എന്തുവാണ് കിട്ടിയത്? മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. ഇതിനെ ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ 2 എന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഇത് എന്താണ്? ദിസ് ഈസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി അറിയാം ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, നൗ ഇതിനെ നമുക്ക് ഇക്വേഷൻ ഇത് 2 അല്ലേ, അപ്പോൾ ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി എൽ എച്ച് എസ് രണ്ടും ഇക്വേഷൻ 2 ഏതായിരുന്നു? എ ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. ഇത് ഇക്വേഷൻ 2 ആയിരുന്നു. ഇതിന്റെ രണ്ടും എൽ എച്ച് എസ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്തുകൂടെ? മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ എക്സും ക്യാൻസൽ ചെയ്തു ആൻഡ് നെഗറ്റീവും പോയി. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ എൽ ആണ്. ഇനി ഒമേഗ നമുക്ക്, സോ ഇതിനകത്ത് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇനി ഒമേഗ നമുക്കറിയാം എന്താണ് ഒമേഗ? ഒമേഗ ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ബൈ ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ബൈ ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യുക. ടി ഡിവൈഡഡ് ബൈ 2π എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി, ഓർ ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് ഓസിലേഷൻ, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. എന്താണ്? ദിസ് ഇസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ of simple pendulum. Okay, time period of oscillation of simple pendulum. Okay, അപ്പോൾ മനസ്സിലായോ? ടി എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ് കിട്ടുന്നത്. ഓക്കെ,
ഇനി ഈ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിനകത്ത് നോക്കിക്കേ, ടൈം പീരീഡ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് വിച്ച് ദ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോക്ക്, ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആണ്. സോ ടി ഈസ് directly proportional to L and T is inversely proportional to G ആണ്. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം പീരീഡ് ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്തിനെയും അതേപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയാം ടി ഈസ് ഈക്വൽ ടു എന്താണ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G ആണ്. ഓക്കെ, ഇനിയിപ്പം ടൈം പീരീഡ് ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആണെന്ന് വിചാരിച്ചോ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്. ദെൻ സച്ച് പെൻഡുലം ഇസ് നോൺ ആസ് സെക്കൻഡ്സ് പെൻഡുലം. എന്താണ് ആ പെൻഡുലത്തിന്റെ പേരെന്താണ്? സച്ച് പെൻഡുലം ഇസ് നോൺ ആസ് സെക്കൻഡ്സ് പെൻഡുലം. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, problem: the acceleration due to gravity on the surface of moon is 1.7 meter per second square. What is the time period of a simple pendulum on the surface of the moon if its time period on the surface of earth is 3.5 second? Gravity on the surface of earth is 9.8 meter per second square. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് മൂൺ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആദ്യം മൂണിന്റെ കേസിൽ എഴുതി വെക്കാം. ജി എന്തുവാണ്? 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അവിടുത്തെ ടൈം പീരീഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എർത്തിന്റെ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എർത്തിന്റെ ടൈം പീരീഡ് എത്രയാണ്? 3.5 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് അറിയാം ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്താണ്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുക. ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ G. ഓക്കെ, അതിനകത്തുനിന്ന് എഴുതാം ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ 1.7. ഇതെന്താണ്? നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ആകെ നമുക്ക് അറിയാന്നുള്ള എർത്തിലെ ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ അല്ലേ? 3.5 സെക്കൻഡ്. ഇനി ലെങ്ത് എർത്തിലായാലും മൂണിലായാലും ലെങ്ത് സെയിം ആണ്. ഓക്കെ, ലെങ്ത്തിന് വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ആകെ കണ്ടുപിടിക്കാനുള്ള ടൈം പീരീഡ് ആണ്. കാരണം എന്താണ്? അവിടെ ലെങ്ത് സെയിം ആണെങ്കിലും ഗ്രാവിറ്റി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് ഡിഫറെൻ്റ് ആയിട്ടേ വരുള്ളൂ. ഇപ്പോൾ മൂണിന്റെ കേസിൽ നമ്മൾ ടൈം പീരീഡ് എഴുതി ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/1.7 ആണ്. ഓക്കെ, ഇനി നമുക്ക് എർത്തിന്റെ കേസ് എഴുതാം. എർത്ത് എന്തുവാണ്? എർത്തിന്റെ ജി എത്രയാണ്? ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? ടി ഇസ് ഈക്വൽ ടു 3.5 സെക്കൻഡ് ആണ്. ടൈം പീരീഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആണ് തന്നേക്കുന്നത്. എത്ര? 3.5 സെക്കൻഡ്സ്. സോ ടി ഇസ് ഈക്വൽ ടു 3.5 സെക്കൻഡ്സ്. നമുക്കറിയാം ടിയുടെ ഇക്വേഷൻ എന്താണ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G ആണ്. സോ ടി 3.5 ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ 9.8. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 ഏതായിരുന്നു? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ 1.7. 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ 1.7 ആണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടി ഡിവൈഡഡ് ബൈ 3.5 ഈക്വൽ ടു ഇക്വേഷൻ 1 എത്രയാണ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ 1.7 divided by 2π into root of L divided by 9.8. 2πയും 2πയും ക്യാൻസൽ ചെയ്തു. ഈ എല്ലും ഈ എല്ലും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലി എന്ത് കിട്ടും? ടി ഡിവൈഡഡ് ബൈ 3.5 ഈസ് ഈക്വൽ ടു
T divided by 3.5 is equal to എന്ത് കിട്ടും? Root of 9.8 divided by 1.7. Okay. ഇനി 9.8 root of 9.8 divided by 1.7 എന്ത് കിട്ടും ചെയ്യുമ്പോൾ? T divided by 3.5 അത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Root of 5.76 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്കറിയാം റൂട്ട് ഓഫ് 5.76 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.4 ഇൻറ്റു 2.4 അല്ലേ? അപ്പോൾ എന്ത് ചെയ്താ? T ഡിവൈഡഡ് ബൈ 3.5 ഈക്വൽ ടു റൂട്ട് ഓഫ് 2.4 ഇൻറ്റു 2.4. റൂട്ട് ഓഫ് 2.4 ഇൻറ്റു 2.4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് T ഡിവൈഡഡ് ബൈ 3.5 ഈക്വൽ ടു 2.4 എന്ന് കിട്ടും. So T will be equal to 2.4 into 3.5. എത്ര കിട്ടിയത്? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8.4 seconds എന്ന് കിട്ടും. ഓക്കെ. സോ ആൻസർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓൺ ദ സർഫസ് ഓഫ് മൂൺ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇറ്റ് ഈസ് 8.4 seconds. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ. അതിനുവേണ്ടി മെയിൻ പൊസിഷൻ കൺസിഡർ ചെയ്യുക. പിന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഓക്കെ. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ടെൻഷൻ ഇസ് ആക്ടിങ് അപ്വേർഡും വെയിറ്റ് എം ജി ആക്ടിങ് ഡൗൺവേർഡും. സോ വെയിറ്റ് എം ജി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ജിനെ വി ക്യാൻ റിസോൾവ് ഇൻ ടു 2 components. ഏതൊക്കെയാണ്? എം ജി സൈൻ തീറ്റ ആൻഡ് എം ജി കോസ് തീറ്റ. അതിൽ എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും എം ജി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഡിയൽ കമ്പോണൻ്റ് ആണ്. ഇതിനകത്ത് നോക്കിക്കുക, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് എ മെയിൻ പൊസിഷൻ. സോ ദിസ് ഇസ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് കോൾഡ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. സൈൻ സ്മോൾ ഓസിലേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു തീറ്റ. ദെർഫോർ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. ഇനി തീറ്റയിനകത്തുനിന്ന് കണ്ടുപിടിക്കുക, എക്സ് ബൈ എൽ എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം എ ആണ്. അതിനകത്തുനിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആക്സിലറേഷൻ യു ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ്. ഇതിനകത്തുനിന്ന് ആക്സിലറേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ എന്തുവാണ്? ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആക്സിലറേഷൻ നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇതെങ്ങനെയാണ് ഈ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് വന്നത്? നമുക്കറിയാം ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തായിരുന്നു? എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്തായിരുന്നു? മൈനസ് ഓഫ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5 ആയിരുന്നു. അതിനെ നമ്മൾ കുറച്ചുകൂടെ ഷോർട്ട് ഫോമിലൊക്കെ എഴുതിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ഇനി ഇതിനകത്തുനിന്ന് ഇതിനെ ഇക്വേഷൻ 3 ആയിട്ട് നെയിം ചെയ്യുക. ഇതോടെ 2ഉം 3ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് കിട്ടും. ഒമേഗയ്ക്ക് 2π ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഫൈനലി നമുക്ക് ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടും. ദിസ് ഇസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അത് കഴിഞ്ഞ് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഓക്കെ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ ബൈ.